നമുക്കിന്ന് അടിപൊളി ഒരു ചിക്കൻ തിക്ക ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടി ഇതാ ചിക്കൻ എടുത്തിട്ട് ചിക്കൻ ലൈവാക്കി കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ കട്ട് ചെയ്തിട്ട് അടിപൊളിയാക്കി എടുക്കും. സിമ്പിളാണ് കട്ട് ചെയ്യാൻ, ട്രൈ ചെയ്താൽ മതി. എല്ല് ഒഴിവാക്കാണ്ട് നമുക്ക് ഉണ്ടാക്കാം. എന്നിട്ട് എന്താക്കുക, എല്ലാം ഒഴിവാക്കി കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കുക. ചിക്കൻ എടുത്തിട്ട് അതേപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കുക. സിമ്പിളാണ്. അതിന് ശേഷം നമുക്ക് മസാലക്കുള്ള പാത്രം ഇതാ. തൈര് 2 സ്പൂൺ, തൈര് 2.5 സ്പൂൺ, എടുക്കുക. കൂടുതലുണ്ടെങ്കിൽ 2.5 എടുത്തോ. പിന്നെ കുരുമുളക് പൊടി, കുറച്ച് ജീരകപ്പൊടി, കുറച്ച് പപ്രിക്കപ്പൊടി, അല്ലെങ്കിൽ നമ്മൾ മുളക് പൊടി കാശ്മീരി ചില്ലി ഉപയോഗിച്ചാൽ മതി, ചെറിയൊരു ചുവപ്പ് കിട്ടാൻ വേണ്ടി. ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. കുറച്ച് ഒലീവ് ഓയിലെങ്കിൽ സാധാരണ വെച്ചെടുത്താൽ മതി. ലെമൺ, കുറച്ച് വിനെഗറും, ഉപ്പ് ആവശ്യത്തിന്. സംഭവം സിമ്പിളാണ്. മസാല റെഡി ആവണമെങ്കിൽ നമ്മളെന്താക്കുക, റെഡിയാക്കണം. കരി വെക്കുക. കരിമേലാണ് നമ്മൾ ചുടുന്നത്. മസാല റെഡി ആയതാണ് നമ്മൾ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. സംഭവം റെഡിയായി. നമ്മൾ എന്താക്കാം, ചിക്കൻ്റെ സ്റ്റേക്ക് എടുത്തിട്ട് ഇതാ അതേപോലെ കുത്തിക്കെടുക്കുക. ഇതേപോലെ നമ്മൾ എന്തൊക്കെ കുത്തിയെടുക്കുക. നല്ല കരിയും ചുറ്റെടുത്തുണ്ടല്ലോ, സാധനം പൊടിയായിരിക്കും. നല്ല ഗാർലിക് പേസ്റ്റും അമ്മൂസും കുബൂസ് എല്ലാം കൂടി, പൊറോട്ട. പക്ഷേ എല്ലാവരും ട്രൈ ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നിട്ട് നല്ല കരിമത്ത് ചുട്ടെടുക്കുക. കരിമൽ ഏകദേശം റെഡി ആയി കഴിഞ്ഞ്
എല്ലാം സംഭവം സെറ്റാക്കി നമ്മൾ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് എന്താക്കാം, കരിയിലേക്ക് വെക്കാം. നമ്മൾ കരി റെഡിയായി. കരി നല്ലോണം കത്തി റെഡിയാക്കി. സാധാരണ കരിമേൽ വെച്ച് ഏകദേശം ആനായി. സംഭവം നമ്മൾ സെറ്റായി. സംഭവം ഫിനിഷായിട്ടോ. നമുക്ക് എല്ലാവരും ട്രൈ ചെയ്യുക.